ഇന്നലെ സുഖം ഉറക്കായിരുന്നു. ഈ തൊള്ളി ഉറങ്ങിയിട്ടില്ല ഗൈസ്. നാറി ഞങ്ങളോട് ഇവിടെ വന്നപ്പോൾ ആ അണ്ണൻ പറഞ്ഞത് തൊട്ട് താഴെ ചായക്കട വന്ന ഞങ്ങളാണ് തപ്പി 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 നടന്നുകൊണ്ടിരിക്കുക. നമ്മളങ്ങനെ ഫൈനലി ഹോട്ടലിൽ എത്തി ഗൈസ്. നമുക്ക് നോക്കാം ഇവിടുത്തെ ഫുഡ് എന്തൊക്കെയാന്നൊക്കെ. പ്ലെയിൻ ദോശ ഗൈസ്, പ്ലെയിൻ ദോശ. അപ്പൊ ഞങ്ങൾ പോവാ ഗൈസ്. ഭയങ്കര ബ്ലോക്കാ ഗൈസ്, ഭയങ്കര ബ്ലോക്കാ. ഇതാണ് ഇതിന്റെ പേരാണ് പില്ലർ റോക്ക് വ്യൂ പോയിന്റ്. അതാണ് ആ സംഭവം ഞാൻ കാണുന്നത്, പില്ലർ റോക്ക് വ്യൂ പോയിന്റ്. ഞങ്ങളവിടെ കയറുന്നില്ല, ഭയങ്കര ബ്ലോക്ക് ആയി. ഈ ബ്ലോക്ക് ഞങ്ങളെ വണ്ടി എനിക്ക് ഇറങ്ങിയത് ഇതുവഴി ഇറങ്ങിയത് അങ്ങ് പോകണം. ഫൈനലി ഞങ്ങൾ ഗുണാക്കേവിന്റെ ഫ്രണ്ടിൽ എത്തി. ഇവിടെ പാസ്സൊക്കെ ഉണ്ട് നമുക്ക്. ഞാൻ ഫസ്റ്റ് ഡേ അവിടെ വരുന്നേ. പാസ് എങ്ങനെയാണെന്ന് നോക്കട്ടെ. 40 രൂപ. അങ്ങനെ നമ്മള് മഞ്ഞുമ്മൽ ബോയ്സ് ആയി. മനിതർ ഉണർന്നു കൊള്ള, ഇത് മനിത കാതൽ അല്ല. നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക. ഇപ്പൊ തന്നെ എത്തുമായിരിക്കും, ഞങ്ങൾക്ക് ഒരു പിടുത്തമില്ല. എവിടെയാണ് കുറെ ഒച്ച കേൾക്കുന്നുണ്ട്. ഇതാണ് സംഭവം അല്ലേ? ഓ ഇതാ സംഭവം. കിട്ടി ഫൈനലി ഗൈസ് ഞങ്ങൾ എത്തി. ഗൈസ് ഇവിടെ കിണ്ണം പരിപാടി നടന്നിരിക്കുക ഗൈസ്. ഇത്ര നേരം ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നാലും ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയി ഗൈസ്. ഇവിടെ ഗുണാക്കേവ് താഴത്തുനിന്നൊക്കെ ആരോ ഒക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇതാണോ ഗുണാക്കേവ്? എന്താണെന്ന് എനിക്കറിയത്തില്ല. സുഭാഷേ ഈ സുഭാഷിനെ തപ്പി ആള് വന്നിട്ടുണ്ട് കേട്ടോ. ബ്ലോഗറിനൊന്നും അത്ര അനവധിയ കേസല്ല. കേറ് ആനെ പിടി, കയറ്റി. അവിടം വഴിയാ തോന്നി സിനിമയ്ക്കകത്ത് അവര് കേറണേ അല്ലേ? ഇതുവഴി ആയിരിക്കും ഇവര് ഇറങ്ങണം സിനിമയ്ക്കകത്തൊക്കെ. തോന്നുന്നു, എനിക്ക് ആർക്കറിയില്ല. അറിയുന്നവർ കമന്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് സംഭവം. അതിന് മുകളിൽ കയറാൻ പറ്റും. അതിന്റെ മലയാളി മല്ലൂസ് കൈസ് പോളി. മലയാളി മല്ലു എവിടെ പോയാലും പൊളിയാ. സീരിയസ്ലി അലമ്പൊക്കെ ഉണ്ടെന്നല്ലോ, പക്ഷെ ലാസ്റ്റ് അറ്റ് ദ എൻഡ് മല്ലു ഗൈസ് വേറെ പൊളി. നല്ല ആളാട്ടോ ഏക്കാലും പണ്ടാരം. മാക്സിമം സൺഡേ വരാതിരിക്കുക. സൺഡേ വന്നു കഴിഞ്ഞാൽ അതേ ഇതാണ് അവസ്ഥ. അവിടുന്ന് ഇങ്ങനെ വരും ഓരോന്ന്. ഒടുക്കത്താളാ ഒടുക്കത്താള. പക്ഷെ നമ്മള് പിന്നെ ജസ്റ്റ് ഒന്ന് കാണാൻ അത്രേ ഉള്ളു. ട്രൈപ്പോഡാ പിടിക്കണേ, ഞാനല്ല. പോയ ഭൂമിക്കിടയിലെ ഇത്ര നേരം ഇതിനെ വേണ്ടി ആരുമില്ലായിരുന്നു ഗൈസ്. ഞങ്ങള് കേറാൻ വന്നപ്പോ ഇത് മൊത്തം നിറഞ്ഞു. എന്നെ അവസ്ഥയാ പോകുന്നു മണ്ടേ കൂടെ. ഇവനൊക്കെ സുഖമായിട്ട് നടന്നാ പോരാ, നമ്മള് പാവങ്ങള്. പലയിടത്തും പല സൗണ്ടൊക്കെ കേട്ടോ. ഒരു സൈഡ് മലയാളം, ഒരു സൈഡ് തമിഴ്, ഒരു സൈഡ് തെലുങ്ക്, കന്നഡ, എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇവിടെ ഞാൻ സംഭവം നോക്കട്ടെ. നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇങ്ങനെ നോക്കാനേ പറ്റത്തുള്ളൂ കേട്ടോ. കുറച്ച് പോകുമ്പോൾ കുഴപ്പമില്ല. അളിയാ അത് മാറിപ്പോയി. ഇത് സുഭാഷ ഒന്ന് പോകാവോ? ഒറ്റ ചവിട്ട് വെച്ച് തരും. ഞാൻ നോക്കട്ടെ, ഇവിടെ നിൽക്കാം. തെന്നിപ്പോ നോക്കാം. ചാവത്തില്ല ഗൈസ്, ഇവിടെ പോയ ചാവത്തില്ല. ഞാൻ തെന്നിപ്പോടാ. എന്താ
ഇങ്ങനെ കമ്പിയൊന്നും ആരും കയറിയേക്കല്ലേ. ഞങ്ങളുടെ കൂട്ടത്തിൽ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് ഞങ്ങൾ കയറി കേട്ടോ. ഞങ്ങൾ സെക്യൂരിറ്റി പുള്ളി ഇപ്പൊ ചായ കുടിക്കാൻ പോയതാ. എല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ മൊത്തം സുഭാഷിന്റെ കളി കേട്ടോ. സുഭാഷ് ഇല്ലാത്ത ഒരു ഇടം പോലും ഇല്ല. എവിടെ വന്നാലും മൊത്തം സുഭാഷും അഭിലാഷും ഒക്കെ. അതിലാണ് സിനിമക്കകത്ത് ഇവര് ഇറങ്ങണേ. അവിടുന്ന് ചാടി ഇവര് ഇതുവഴി അങ്ങ് പോവാ. ഇത് ആ വണ്ടിയുടെ ടയർ ഉരിപ്പോയി കഴിച്ചു. കുറെ ആൾക്കാർ നിർത്താനുണ്ട്. ഇല്ലാത്ത അവസ്ഥയാ. ഈ വളവ് കഴിഞ്ഞാൽ എല്ലാവരും പറന്നു വരും. അപ്പോഴത്തേക്കും ഇവരിവിടെ നിന്ന് കൈകാട്ടി അത് നിർത്തും. എങ്ങനെ ഭയങ്കര ചടങ്ങ്. ഇപ്പം കണ്ടോണേ അടുത്ത വണ്ടി വരും, പറന്നടിച്ച് വരുക. അപ്പം ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കണതോ ഇവിടെ ഇങ്ങനെ വണ്ടി കിടപ്പുണ്ടെന്ന്. അതിന് ഇവർ നിൽക്കുന്നത് വല്ലാത്തൊരവസ്ഥയാണ്. എല്ലാ ആൾക്കാരും വന്ന് ഇങ്ങനെ നിർത്തി ചോദിച്ച് കാര്യങ്ങളൊക്കെ തിരക്കിട്ട് പോകുന്നുണ്ട്. ഈ കമ്പി പിടിച്ച് ലാസ്റ്റ് പോകേണ്ട അവസ്ഥയാണ്. പാവമുണ്ട് എന്നെ അവസ്ഥ. അവര് ട്രിപ്പൊക്കെ വന്നിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് പൊളിക്കാനൊക്കെ ഉള്ള രീതിയിൽ ഇവിടെ എത്തി ഗുണാക്കേവ് കണ്ട് അവര് പോന്നപ്പോഴത്തേക്കും ആണെങ്കിൽ ആക്സിൽ പോയി, വണ്ടി ടയർ ഊരിപ്പോയി. കണ്ടായിരുന്നു ഈ കുരങ്ങൻ. ഞങ്ങളുടെ ഇഷ്ടം പിടിയും ആൾക്കാരെല്ലാം വരുന്നുണ്ട് വണ്ടിയിൽ. പക്ഷെ ഒറ്റ ഒരാൾ പോലും നിർത്തണമെന്നില്ല. ഞാൻ ചോദിക്കും, കാര്യം അറിയും, നേരെ പോകും. ഇവിടെ ഉള്ള ഏതെങ്കിലും തെണ്ടികൾ വല്ല ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കണ്ടേ? ഞാനിവിടെ ഉള്ളായിരുന്നു, ഞങ്ങളെ ഹെൽപ്പ് ചെയ്തേ. അല്ലേടാ പിന്നല്ല. ഫുഡ് കഴിച്ചു തരാം. ബിരിയാണി, കേരള ബിരിയാണി കിട്ടിയ ഒരു സൂത്രം കാണിച്ചു തരാം. ഒരു ചെറിയ സംഭവം സീൻ എന്ന് പറഞ്ഞാൽ സീൻ. അമ്പാടി അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് വാ. സീൻ എന്ന് പറഞ്ഞാൽ സീൻ കാണിച്ചില്ല. തൊട്ടടുത്ത് കാവലെ നടുക്ക് കാട്ടൂത്ത് മട്ടക്ക റോഡിന് നടുക്ക് ചുമ്മാ കാട്ടുകൊത്തിരിക്കുക. പകല് സീൻ സാധനം. തൊട്ടടുത്ത് കൂടെ നടന്നു പോകുന്നു, കൂളായിട്ട് നടന്നു പോകുന്നത്. ഏത് മൂഡ്. നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോകാം. ലാസ്റ്റ് ഡേ ഓഫ് കൊടൈക്കനാൽ. നല്ല തണുപ്പ്. ഇപ്പോൾ സാറ്റിസ്ഫൈഡ് ആയ. അയ്യോ സെറ്റ് നല്ല തണുപ്പ്. ഞാൻ ഇവിടെ ബാൽക്കണിയിൽ ഇങ്ങനെ ഇരിക്കുക. അകത്ത് അവരെല്ലാവരും കിടക്കുക. ചെറിയൊരു മയക്കം. അപ്പോൾ ഒന്നരക്ക് കഴിയുമ്പോൾ പെണിക്കും. പിന്നെ ഞങ്ങളുടെ പരിപാടിയൊക്കെ ഫുൾ പാട്ടൊക്കെ ഇട്ട് സെറ്റ് ചെയ്യും. ഇവിടുത്തെ ബാൽക്കണിയിൽ വ്യൂ കാണിക്കാവേ. എന്താണ് ബാൽക്കണിയിൽ ഫുൾ ടവർ ഏരിയ. ചെറിയൊരു പനിക്കോളൊക്കെ കാണുന്നുണ്ട്. അയ്യോ എനക്കാലും പൊളി. അയ്യോ സെറ്റാണ് ഗൈസ്. ലൈഫ് എന്ന് പറഞ്ഞാൽ ഒന്നില്ല. എല്ലാവരും ചെയ്യും ഫുൾ ടൈം കറക്കാണെന്നൊക്കെ. ശരിയാ, പണിയെടുത്തിട്ടാ ചുമ്മാ ഒന്നുമില്ല. പണിയെടുക്കുന്നു പൈസ തീർക്കുന്നു, പണിയെടുക്കുന്നു പൈസ തീർക്കുന്നു. നല്ല രസമാണ് ഗൈസ് ഇവിടെ.